വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ചവർക്ക് നാടിന്റെ യാത്രാമൊഴി. മരിച്ച 5 പേരുടെയും ഖബറടക്കം പൂർത്തിയായി. പിതൃ സഹോദരൻ ലത്തീഫിന്റെ മാതാവ് സൽമ ബീവി, ഭാര്യ സാജിദ ബീഗം, പ്രതിയുടെ സഹോദരൻ അഫ്സാൻ എന്നിവരെ പാങ്ങോട് ജുമാ മസ്ജിദിലും അഫ്ബാന്റെ സുഹൃത്ത് ഫർസാനെ ചിറയൻകീഴ് കാട്ടുമുറാക്കൽ പള്ളിയിലും ഖബറടക്കി. വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കമലേഷ്, ഒരു നാട് യാത്രാമൊഴി ചൊല്ലുകയാണ് പ്രിയപ്പെട്ടവർക്ക്. നടക്കം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഏറ്റവും സങ്കടത്തോടെ ഉറ്റവർക്ക് വിട നൽകുകയായിരുന്നു ഇന്ന് നാട്. രണ്ടിടങ്ങളിലായാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്, അല്ലേ? തീർച്ചയായും മനു, ഇത് വിവിധ ഇടങ്ങളിലായി നടന്ന കൊലപാതകങ്ങളായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, അതായത് വിവിധ ഇടങ്ങളിലാണ് കൊലപാതകങ്ങൾ നടന്നത് എങ്കിൽ പോലും ഈ 4 മൃതദേഹങ്ങളും ഒരുമിച്ച് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലാണ് കബറടക്കിയത്. വൈകിട്ട് 6:20 തന്നെ ഈ മയ്യത്ത് നമസ്കാരം പള്ളിക്കകത്ത് നടന്നു. അതിനുശേഷം അധികം വൈകാതെ തന്നെ 6:30 മുൻപ് തന്നെ കബറടക്കം പൂർത്തിയാക്കുകയും ചെയ്തു. അതായത് സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ പള്ളിയുടെ പരിസരത്തും ഈ പൊതുദർശനം നടത്തിയ ഹാളിലുമൊക്കെ തന്നെ കാണാനായത്. നിരവധിയായ സ്ത്രീകളടക്കം ആ നാട്ടുകാർ മുഴുവൻ, ഈ നാട്ടുകാർ മാത്രമല്ല, അതായത് ഈ താഴെ പാങ്ങോടുള്ള ആളുകൾ മാത്രമല്ല, പാങ്ങോടുകാർ മാത്രമല്ല, നേരത്തെ ഇവരുടെ പിതൃ സഹോദരൻ, ഈ പ്രതിയുടെ പിതൃ സഹോദരനായ ലത്തീഫ്, അവരുടെ സ്ഥലം ചുള്ളാളം ആലമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകൾ, അത് ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു വീട് ഈ പ്രതിയുടെ പെൺസുഹൃത്തിന്റെ വീടാണ്. അത്തരത്തിൽ ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് നിരവധി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഉള്ള സ്ഥലങ്ങൾ തമ്മിലാണ്. 3 സ്ഥലങ്ങളിലായി നടന്ന കൊലപാതകങ്ങളാണ്. എന്നാൽ ഈ 4 മൃതദേഹങ്ങൾ, അതായത് പ്രതിയുടെ പെൺസുഹൃത്തിനെ അവരുടെ നാട്ടിലാണ് ഖബറടക്കം നടത്തിയിട്ടുള്ളത്. എന്നാൽ അഫാന്റെ സഹോദരൻ അഫ്സാൻ, അതുപോലെ തന്നെ മുത്തശ്ശി, പിതൃ സഹോദരൻ, അവരുടെ ഭാര്യ, ഈ 4 മൃതദേഹങ്ങൾ താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ഇടങ്ങളിലെയും ഉള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ, സമീപവാസികൾ, നാട്ടുകാർ, അയൽവാസികൾ എല്ലാവരും ഈ ഖബറടക്കത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ പള്ളികളിലുള്ള ഖബറടക്കത്തിൽ ഇത്രയേറെ ആളുകൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നത് പതിവില്ലാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ 4 പേർ, ഈ കൊച്ചുകുട്ടി അടക്കമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായത്. അതായത് ആ നാടിന്റെ ഒരു സ്നേഹം, ആ മനുഷ്യരോടുള്ള ഒരു ആത്മബന്ധം, അതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ നടുക്കമുണ്ടല്ലോ. ഇന്നലെ ഈ സമയം വരെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നവർ, അല്ലെങ്കിൽ പരസ്പരം കണ്ടിരുന്നവർ, ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഇല്ലാതായി പോകുന്നു എന്ന് പറയുന്നൊരു വലിയ നടുക്കം. അപ്പോൾ അവസാനമായി അവരെ കണ്ട് യാത്രാമൊഴി പറയുക എന്നൊരു വലിയ കടമ കൂടി ആ നാടിനുണ്ടല്ലേ? മനു, തീർച്ചയായും നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു രംഗമാണ് ഈ പള്ളിയുടെ പരിസരത്ത്, ഈ പൊതുദർശനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കാണാനായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും നമ്മൾ ഈ സ്ഥലത്തുണ്ട്. അതായത് ഈ പ്രതിയുടെ പിതൃ സഹോദരനായ ലത്തീഫിന്റെ വീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചുള്ളാളം ആലമുക്കിലാണ്. ഈ ആലമുക്കിൽ രാത്രി 12 വരെയും നമ്മൾ അവിടെ തുടരുകയായിരുന്നു. ആ സമയത്തെല്ലാം ഈ ലത്തീഫുമായി ബന്ധമുള്ള അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കളെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ കണ്ണീരോടെ നമ്മോട് പങ്കുവെച്ച ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പോലും ലത്തീഫുമായും അവരുടെ ഭാര്യയുമായും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്. ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും നമുക്ക് അവരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വിതുമ്പുന്ന ആളുകളെ ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേ ആളുകൾ തന്നെ, അതിൽ ചിലരൊക്കെ തന്നെ ഇന്ന് ഈ പള്ളിയിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മരണവീടുകളിൽ അല്ലെങ്കിൽ പൊതുദർശനം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അങ്ങനെ കരഞ്ഞ് മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്ക് പൊതുവെ കാണാവുന്നതാണ്. പൊതുവെ പുരുഷന്മാർ അങ്ങനെ കരയുന്നത് കാണാത്തതാണ്. പക്ഷെ ഇന്ന് ഇവിടെ സാഹചര്യം എന്ന് പറയുന്നത് പുരുഷന്മാർ പോലും കണ്ണു തുടച്ചുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം. മനുഷ്യരായി പിറന്നവരൊക്കെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറയാതിരിക്കില്ല കമലേഷ്. കാരണം ഇപ്പോൾ കമലേഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു നേരിയ വിങ്ങളോടെ അല്ലാതെ നമുക്കും ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് മനുഷ്യരായി പിറന്ന എല്ലാവർക്കും അതങ്ങനെയല്ലാതെ അതിനോട് സമീപിക്കാൻ കഴിയില്ല കമലേഷ്. തീർച്ചയായും മനു, ഈ നാട് അത്രമേൽ നൊമ്പരപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ നാട് മാത്രമല്ല, കേരളം ഒന്നടങ്കം ഇന്നലെ ഈ കൊലപാതക വാർത്ത പുറത്തെത്തിയതോടുകൂടി തന്നെ ആ ഞെട്ടലിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ നാടിന്റെ മാത്രം ഞെട്ടലല്ല, തിരുവനന്തപുരത്തിന്റെ ഞെട്ടലല്ല, കേരളം ആകെ ഞെട്ടിത്തരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഞെട്ടലിൽ നിന്ന് ഇനിയും ഒരു വിടുതൽ ഈ നാടിനുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവരുടെ ഖബറടക്കം ഏതായാലും
പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് മതപരമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുള്ള തീർച്ചയായും ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത് കമലേഷ്, എന്ത് കാരണം ഇയാൾ പല മൊഴികളാണല്ലോ പറയുന്നത്. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറയുന്നു, പ്രണയത്തിന്റെ പ്രശ്നം പറയുന്നു, അങ്ങനെ പല വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കിനി കൃത്യമായിട്ട് അറിയേണ്ടത് എന്ത് കാരണത്തിന്റെ പുറത്താണ് ഈ കൂട്ടക്കൊല, ഈ കൊടും ക്രൂരത അഫാൻ എന്ന് പറയുന്ന ആ ക്രിമിനൽ ചെയ്തത് എന്നാണ്. അതിനുവേണ്ടി സ്വാഭാവികമായും അയാളുടെ ആരോഗ്യനിലയിൽ മെച്ചമുണ്ടാകണം. അതിനുശേഷം മാത്രമേ പോലീസിന് ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത് എന്താണ്? പ്രാഥമികമായി ഈ പ്രതി നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിൽ ഈ പ്രതി ആവർത്തിച്ച് പറയുന്ന മൊഴി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല, അതുകൊണ്ട് താൻ അത് നടപ്പാക്കി എന്ന നിലയിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഴികളാണ് പ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ആ നിലയിൽ അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. മറ്റെല്ലാ കാരണങ്ങളും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള തരത്തിലുള്ള ചില ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതിയെ വിധേയനാക്കും. പ്രതിയുടെ ആരോഗ്യ നിലയിലൊക്കെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് പ്രതി തുടരുന്നത് എങ്കിൽ പോലും ആരോഗ്യ നിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതിയുടെ മാതാവിന്റെ ആരോഗ്യനില അത്യന്തം ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് പ്രതി ആക്രമിച്ച 6ാമത്തെ ആളാണ് ഈ പ്രതിയുടെ മാതാവ്. അവരും വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് എന്നതാണ് മറ്റൊരു സങ്കടകരമായ സാഹചര്യം. ഏതായാലും ഈ പ്രതി എന്തിനിത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും പോലീസിന് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ലാത്ത കാര്യം. എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ പോലീസിന് മുന്നിലുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ചുറ്റിക ഉപയോഗിച്ച് അതിക്രൂരമായാണ് ഇവരുടെ എല്ലാവരുടെയും തല തല്ലിപ്പൊളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സ്വന്തം ഉറ്റവരെ, രക്തബന്ധത്തിലുള്ള ആളുകളെ, സ്വന്തം അനിയനെ, ഉമ്മയെ, മുത്തശ്ശിയെ അടക്കം ഇത്തരത്തിൽ തല തല്ലിപ്പൊളിക്കുന്ന, ചുറ്റിക ഉപയോഗിച്ച് തല തല്ലി തലച്ചോറ് പുറത്തിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസിന്റെ മുന്നിലുള്ള ഒരു സംശയവും അത് തന്നെയാണ്. സാമ്പത്തിക ബാധ്യതയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഇത്ര ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതി എങ്ങനെ പോകുന്നു, എന്തിനു പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിയുടെ ഈ സ്ത്രീ സുഹൃത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ബന്ധത്തിൽ വീട്ടുകാർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുകൂടി ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ, ഈ സാമ്പത്തിക ബാധ്യതയുണ്ട് എങ്കിൽ എന്തിന് ഈ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കൊലപ്പെടുത്തി എന്നതുകൂടി മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം പോലീസിന് ഉത്തരം ലഭിക്കണം എന്നതിനൊപ്പം തന്നെ ഈ നാടിനും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കേരളം ആ വലിയ ചോദ്യങ്ങൾക്കാണ് കമലേഷ് നമുക്കിനി ഉത്തരം ലഭിക്കേണ്ടത്. സ്വാഭാവികമായും പോലീസിന്റെ വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ, അതായത് ഈ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം അയാളെ ചോദ്യം ചെയ്യുമ്പോൾ, പോലീസിൻ്റെതായ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ആ സത്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ, ഇന്നലെ രാത്രി മുതൽ ഇന്ന് നേരം വെളുത്ത് ഇന്ന് പകൽ മുഴുവൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ വാർത്തയായിരുന്നു. എല്ലാത്തിനും അന്ത്യമായിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് 5 പേരുടെയും ഖബറടക്കം പൂർത്തിയായത്. എല്ലാവരും മണ്ണിനടിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി ഓർമ്മകൾ മാത്രം ബാക്കി വച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് കമലേഷ് നമുക്ക് നൽകിയത്.